ഹലോ, എല്ലാവർക്കും നമസ്കാരം. askyteky ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഡിസൈനിങ് സെക്ഷനിലേക്ക് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ഫോട്ടോഷോപ്പ് ആണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോട്ടോഷോപ്പിന് ശേഷം ഇല്ലസ്ട്രേറ്റർ, പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ്, ഇങ്ങനെ ഓരോ ക്ലാസ്സുകളായിട്ട് വീഡിയോ ട്യൂട്ടോറിയലായിട്ട് പ്രസൻറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ബേസിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഫോട്ടോഷോപ്പ് മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. എല്ലാവർക്കും ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളൊരു മലയാളം വീഡിയോ ആയിട്ട് തന്നെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോഷോപ്പ് ഡോക്യുമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ, അതായത് ബേസിക്സ് മുതൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ CC 2018 വേർഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, ഓപ്പണായിട്ട് കിടക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ന്യൂ ഡോക്യുമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മെനു ബാറിലേക്ക് പോകുന്നു. അതിൻ്റെ അകത്ത് ഫയലുണ്ട്. ഫയൽ ക്ലിക്ക് ചെയ്ത് ന്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഡോക്യുമെൻ്റ് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ഡോക്യുമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കേസിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പറയാം. ഇതൊരു ബേസിക് വീഡിയോ എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു ഡോക്യുമെൻ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയാം. ഒരു ഡോക്യുമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കേസിൽ നമുക്ക് ഫയൽ പോയിട്ട് ന്യൂ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും, ന്യൂ ഡോക്യുമെൻ്റ് വിൻഡോ എന്ന് പറയും. ഈ ന്യൂ ഡോക്യുമെൻ്റ് വിൻഡോയുടെ അകത്ത് ഇവിടെ ഡിഫോൾട്ടായിട്ട് ഫോട്ടോഷോപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ഡോക്യുമെൻ്റ് സൈസസ് നമുക്ക് കാണാം, ഓരോ പേരിൽ. ഇപ്പോൾ നമുക്ക് ജനറലായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു സൈസാണ് A4 സൈസ്. നമ്മൾ മിക്കവാറും പ്രിൻ്റ് ആവശ്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സൈസാണ് A4 സൈസ്. ഇനി ഇതല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഡോക്യുമെൻ്റ് സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്, പ്രീസെറ്റ് ഡീറ്റെയിൽസ്. ഈ പ്രീസെറ്റ് ഡീറ്റെയിൽസിൻ്റെ അകത്ത് നമുക്ക് ഇത് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് അവർ ഡിഫോൾട്ടായിട്ട് അൺടൈറ്റിൽഡ് 1 എന്ന് എഴുതി കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡോക്യുമെൻ്റിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു ഫസ്റ്റ് ഡോക്ക് എന്ന് പേര് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഡോക്ക് പേര് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഡോക്യുമെൻ്റ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ ഇത് ഈ കാണുന്ന, ഞാനിപ്പോൾ മൗസ് മൂവ് ചെയ്യുന്ന ഈ ലെങ്ത്താണ് വിഡ്ത്ത്, ഇപ്പോൾ മൗസ് മൂവ് ചെയ്യുന്ന ഈ ലെങ്ത്താണ് ഹൈറ്റ്. ഹൊറിസോണ്ടലാണ് വിഡ്ത്ത്, വെർട്ടിക്കലാണ് ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഡിവൈസ്, ഇപ്പോൾ എൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ ഈ മോണിറ്ററിൻ്റെ സൈസ് പറയുന്ന കേസിൽ, ഈ മോണിറ്ററിൻ്റെ സൈസ് പറയുമ്പോൾ എനിക്ക് ഇതിൻ്റെ വിഡ്ത്ത് 1920 ആണ് വിഡ്ത്ത്, ഇതിൻ്റെ ഹൈറ്റ് 1080 ആണ്. അപ്പോൾ നമുക്ക് വേണ്ട ഏതെങ്കിലും ഒരു ഡിവൈസിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഡിവൈസിൻ്റെ സൈസ്, അല്ലെങ്കിൽ നമ്മളൊരു പേപ്പറിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ ആ പേപ്പറിൻ്റെ സൈസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കൊടുക്കുന്ന സൈസിന് ഇപ്പോൾ ഞാനിവിടെ കൊടുത്ത ഈ സൈസിൽ ഇവിടെ കാണിക്കുന്ന യൂണിറ്റ് പിക്സൽസ് ആണ്. പിക്സൽസ് മാറി നമ്മൾ പേപ്പറിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ സെൻറ്റിമീറ്റേഴ്സ് ആവാം, ഇഞ്ചസ് ആവാം, മില്ലിമീറ്റേഴ്സ് ആവാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ റിക്വയർമെൻറ്റ്, നമ്മൾ കൊടുക്കുന്ന ഫയലിൻ്റെ ഔട്ട്പുട്ട് എന്താണ് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. നമ്മളത് തീരുമാനിച്ചിരിക്കണം. പ്രിൻ്റ് ആണോ ഡിവൈസിലേക്കാണെങ്കിൽ പിക്സൽസ് ആണ് കൊടുക്കേണ്ടത്. പ്രിൻ്റ് ആണെങ്കിൽ നമുക്ക് സെൻറ്റിമീറ്റേഴ്സ് യൂസ് ചെയ്യാം, ഇഞ്ചസ് യൂസ് ചെയ്യാം, മില്ലിമീറ്റേഴ്സും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡിവൈസിൻ്റെ വിഡ്ത്താണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു HD സ്ക്രീനിൻ്റെ സൈസ്. ആ HD സ്ക്രീനിൻ്റെ സൈസ് വിഡ്ത്താണ് 1920, അതിൻ്റെ ഹൈറ്റാണ് 1080. അപ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻ്റ് ഓറിയൻറ്റേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓറിയൻറ്റേഷൻ ഇത് ഇത് ലാൻഡ്സ്കേപ്പ് ആണ്, ഇത് പോർട്രേറ്റ് ഓറിയൻറ്റേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി അടുത്ത് വരുന്ന റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ എത്ര കൊടുക്കണം, നമ്മുടെ ഇമേജിൻ്റെ ഡെപ്ത് ഈ റെസൊല്യൂഷൻ്റെ അകത്താണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇമേജ് പ്രിൻ്റ് കൊടുക്കുന്ന കേസിൽ നമ്മൾ മിക്കവാറും എല്ലാ ഇമേജ് നമ്മൾ ചെയ്യുന്ന എല്ലാ ആർട്ട് വർക്കിനും നമ്മൾ കൊടുക്കുന്ന റെസൊല്യൂഷൻ 300 ആണ്. ഡിവൈസിലേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടർ, മൊബൈൽ, ഇതുപോലത്തെ ഡിവൈസസിലേക്ക് വരുന്ന സ്ക്രീൻ സൈസിലേക്ക് വരുമ്പോൾ നമ്മൾ റെസൊല്യൂഷൻ കൊടുക്കുന്നത് 72 ആണ്. 72 പിക്സൽസ് പെർ ഇഞ്ച് ആവാം, 6 പിക്സൽസ് പെർ സെൻറ്റിമീറ്റർ ആവാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യം കളർ മോഡ് RGB കളർ മോഡ് ഉണ്ട്, CMYK കളർ മോഡ് ഉണ്ട്, ഗ്രേ സ്കെയിൽ ഉണ്ട്, ബിറ്റ് മാപ്പ് ഉണ്ട്, ലാബ് കളേഴ്സ് ഉണ്ട്. കളേഴ്സിനെ കുറിച്ചൊക്കെ ഒരു സെക്ഷൻ തന്നെയായിട്ട് നമുക്ക് കൂടുതൽ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു ബേസിക് സ്റ്റാർട്ട് മാത്രമാണ് പറയുന്നത്. അതിൻ്റെ ഇനി അടുത്ത സെക്ഷനിൽ വരുന്നത് ഇതിൻ്റെ ബിറ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സിൻ്റെ ബിറ്റ് 8 ബിറ്റ്സ് ഉണ്ട്, 16 ബിറ്റ് ഉണ്ട്, 32 ബിറ്റ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു അടുത്ത വീഡിയോയിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം എക്സ്പ്ലനേഷൻസ്. ഇനി അടുത്തത് വരുന്ന ബാക്ക്ഗ്രൗണ്ട് കണ്ടൻസ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ, നമ്മൾ തുടങ്ങുന്ന ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായിരിക്കണം എന്ന് നമുക്കിവിടെ കൊടുക്കാം. അത് വൈറ്റാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്, അതുപോലെ ബ്ലാക്ക് വെക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് പ്രിഫർ ചെയ്തിട്ട് കൊടുക്കാം, ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് വൈറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉണ്ട്, അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാ വിഡ്ത്ത്, ഹൈറ്റ്, റെസൊല്യൂഷൻ, ഇതാണ് ഒരു ഡോക്യുമെൻ്റ് മെയിൻ പാർട്ട്. അതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ്, റെസൊല്യൂഷൻ, അതിൻ്റെ കളർ മോഡ്.
അപ്പോൾ ഞാൻ എൻ്റെ ഡിവൈസിലേക്ക് ആയ കാരണം ഞാൻ ഡിവൈസിൻ്റെ വിഡ്ത്ത് കൊടുത്തു, ഡിവൈസിൻ്റെ ഹൈറ്റ് കൊടുത്തു, ഡിവൈസിൻ്റെ റെസൊല്യൂഷൻ കൊടുത്തു, ഡിവൈസിൻ്റെ കളർ മോഡ് RGB കളർ മോഡാണ്, RGB കളർ മോഡ് 8 കൊടുത്തു. ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട് ആവും. ഇതാണ് എൻ്റെ ഡോക്യുമെൻറ്റ്സ്. ഇതിൻ്റെ അകത്ത് കാണുന്ന ഗ്രീൻ ലൈൻസ് ഇത് നമ്മൾ ഗൈഡ്സ് എന്ന് പറയും. നേരത്തെ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് ഡിസ്ക്രിപ്ഷനോടുകൂടി നമുക്ക് പറയും. അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു മലയാളം ഒരു മലയാളം ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു മലയാളം ട്യൂട്ടോറിയലാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ബാക്കി ടൂൾസ്, ബാക്കി മെനൂസ്, ബാക്കി ഓപ്ഷൻസ്, പാനൽസ് എല്ലാം നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ്.